എവിടേക്കാ രാവിലെ? ഒരാൾ നാട് രക്ഷിക്കാൻ പോയിരിക്കണു. അപ്പൊ കുട്ടിത്തമ്പരാക്കന്മാര് നാട് ചുറ്റി രസിക്കാൻ ഇറങ്ങണു. എന്നാ നിങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണേ. പോത്തുപോലെ വളർന്നിട്ട് ഒരു പ്രയോജനമില്ല. തലയിൽ എന്തെങ്കിലുമൊക്കെ വേണം. ഞാൻ കാഞ്ഞൂർ പള്ളിയിലെ പ്രശസ്തമായ കാഞ്ഞൂർ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ തെക്കേ അങ്ങാടിയിലാണ് ഞാൻ മഞ്ഞളി വീട്ടിൽ. എൻ്റെ അപ്പൻ്റെ പേര് പൗലൂന്നും അമ്മയുടെ പേര് റോസാന്നായിരുന്നു. ഞാൻ 7 മക്കളിൽ രണ്ടാമത്തെ ആളാണ്. മൂത്ത പെങ്ങളായിരുന്നു. അത് താഴെയുള്ളത് ഞാൻ. അപ്പോൾ ഞങ്ങൾ കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പൻ പള്ളിയിലെ ഒരു കപ്പ്യാരായിരുന്നു. പള്ളിയിലെ സർവൻ്റായിരുന്നു. കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു എൻ്റെ വീടിൻ്റെ ഇത്. അപ്പം മൂത്ത മകൻ എന്നുള്ളതിലേക്ക് എനിക്ക് ഒട്ടേറെ കടമ്പകൾ, വീടിനെ സഹായിക്കേണ്ട, അനിയന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട, പെങ്ങന്മാരെ കെട്ടിച്ചയക്കേണ്ട ബാധ്യതകളൊക്കെ എന്നിലേക്ക് വന്നു. അപ്പന് അങ്ങനെ വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൻ അവസാനം ഒരു സോമില്ലാണ്, പാറയ്ക്കൽ സേവിയർ എന്ന് പറഞ്ഞ ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ സോമില്ലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ തുച്ഛമായുള്ള വരുമാനമാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അമ്മ പിന്നെ അപ്പോൾ പാടങ്ങളിലും പരിസരത്തൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് കുറച്ച്, അമ്മ വീട്ടിൽ തൊട്ടടുത്താണ്, തിരുവനാണിക്കുളത്തിൻ്റെ പോകുന്ന വഴിക്കാണ് അമ്മയുടെ വീട്. അവിടെ പാടമുണ്ട്. അവിടെയൊക്കെ അമ്മ കൊയ്യാനൊക്കെ പോയി. അങ്ങനെ കച്ചവടമാണ് മെയിൻ ആ കാലത്ത്. സ്കൂൾ സമയത്തും സ്കൂളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മറ്റു പല പല ജോലികൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഈവൻ കൂലിപ്പണി വരെ ചെയ്യേണ്ടതായ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെ കുടുംബ സ്നേഹമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് പല ചുമതലകളും തലയിലേക്ക് വരും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ മൂത്തവരാണുള്ളത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം നടന്നു. അന്ന് ഈ പരീക്ഷ എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോഴത്തെ പ്രിപ്പറേഷൻസ് കൂടുതലാണല്ലോ, ട്യൂഷൻ കൊടുക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു. അന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കന്ന് ട്യൂഷൻ പോകാനൊന്നും സാമ്പത്തിക സ്ഥിതി അനുവദിച്ചിരുന്നില്ല. പിന്നെ വലിയ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ഒരു കുടുംബം അല്ലായിരുന്നു. ഒരു കർഷക കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയാണ് മെയിനായിട്ട് അതിനകത്ത് കാർഷിക വൃത്തിയിലൊക്കെ. പിന്നെ അന്ന് ഈ പരമ്പരത്തൊക്കെ ഉള്ള സമയമുള്ളൂ. അപ്പം രാത്രി കാലങ്ങളിൽ അമ്മയെ സഹായിക്കും, പരമ്പതി നേരമൊക്കെ ആയിട്ടങ്ങനെ സഹായിക്കും. മറ്റു പണികൾക്ക് പോവും. കൂടെ വിദ്യാഭ്യാസവും തുടർന്നുകൊണ്ട് പോകും. അങ്ങനെ 10ാം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്ക് കൂടിയാണ് പാസ്സായത്. പിന്നെ തുടർ വിദ്യാഭ്യാസത്തിന് എനിക്ക് പറ്റിയില്ല. കാരണം വെച്ചാൽ അന്ന് ഫീസുണ്ട്. അന്ന് 8ാം ക്ലാസ് പോലും ഫീസുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഫീസ് 6 രൂപയാണ് അന്ന് കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ വരെ ഒരു ബുദ്ധിമുട്ടായിട്ടൊരു അതാണ്. പലരെ സഹായങ്ങളൊക്കെയാണ് അനുസരിച്ച് ഇപ്പോൾ അവരുടെയൊക്കെ സഹായങ്ങളാണ് ഞാൻ പഠിച്ചത്. പിന്നെ കാഞ്ഞൂർ ITC കാലടിയിൽ ഉണ്ടായിരുന്നു, കാഞ്ഞൂർ IT കാലടി. അവിടെയാണ് ഞാൻ ടർണിങ് പഠിച്ചു. അങ്ങനെ 2 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ പാറയ്ക്കൽ സേവിയർ എന്ന് പറയുന്ന എൻ്റെ ഇന്നും വളരെ പൂജ്യനായിട്ട് ഞാൻ ആരാധിക്കുന്ന നമുക്ക് പറയാൻ പാടില്ലല്ലോ. പക്ഷെ അത്ര സ്നേഹത്തോടുകൂടി അദ്ദേഹമാണ് എനിക്ക് ആ ജോലി കറൂറ്റി പ്രീമിയർ കെയർ മ്യൂസിക് വാങ്ങിച്ചത്. പിന്നെ കാഞ്ഞൂരിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. കാഞ്ഞൂർ ഫൊറോന പള്ളി ഈശ്വര സംസ്ഥാനത്തിൻ്റെ തിരുനാള്. പിന്നെ കാഞ്ഞൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടി താമസിച്ചുകൊണ്ട് അപ്പൻ പള്ളിയിലെ ജോലിക്കാരനായതുകൊണ്ടും ഒട്ടേറെ ആളുകൾ അന്ന് ഈ ഫോർട്ട് കൊച്ചി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഈ ചട്ടയും അന്ന് പറയുന്ന ഈ പോർച്ചുഗീസ് പാരമ്പര്യത്തിൻ്റെ ഇതുള്ള ആളുകളാണെന്ന് അധികം ഉണ്ടായിരുന്നത്. അവർ വള്ളത്തിനാണെന്ന് വരുന്നത്. അധികം മറ്റേ ബസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപൂർവമായിട്ട് ബസ്സൊക്കെ ഉണ്ട് എൻ്റെ ചെറിയ ഓർമ്മയിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറയെ ഒരു കല്യാണത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ആഘോഷത്തിൻ്റെയോ നിറയെ ആളുകളാണ് ഈ പെരുന്നാൾ ദിവസങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ. അന്ന് ഈ കച്ചേരിപ്പറമ്പിൽ ഗ്രൗണ്ടിലൊന്നും നൊവേനയിലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. കാഞ്ഞൂർ രാവിലെ 5:30 തുടങ്ങുന്ന നൊവേന, അതിൽ തുടർന്നുള്ള കുർബാനയും വെടിക്കെട്ടും. അങ്ങനെ ഒരു 10 ദിവസം. ഈ 10 ദിവസത്തിനിടയിൽ തന്നെ അവർ വള്ളത്തിന് വന്ന് അവിടെ ക്യാമ്പ് ചെയ്യും. അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ മെഴുകിയ സ്ഥലമാണ്, ചാടാങ്കോടും മെഴുകിയ ഇതാണ്. അന്ന് സിമെൻറ്റ് പരിപാടികളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ മുറ്റമൊക്കെ മെഴുകിയിടും. ഫ്രണ്ടിൽ അങ്ങാടി ആയതുകൊണ്ട് ഫ്രണ്ടിൽ സ്ഥലമില്ല. തൊട്ട് ക്ലോസ് ആയിട്ടുള്ള റോഡിനോട് ക്ലോസ് ആയിട്ടുള്ള പല വീടുകളും. പല ഇവിടെ കേരളത്തിൽ കാണുന്ന അങ്ങാടി പള്ളി പരിസരം ശ്രദ്ധിച്ചറിയാൻ സാധിക്കും. ഒക്കെ എത്ര
റോഡിൻ്റെ ഫ്രണ്ടിലേക്ക് നീക്കി വെക്കാൻ വീട് അങ്ങനത്തെ ഒരു ഇതാണ്. അന്ന് ഈ ഇന്നത്തെ വീട് കുറച്ച് അകത്തേക്ക് വലിച്ചിട്ട് പണിയുന്ന സമ്പ്രദായമില്ല. എത്രയും റോഡിൻ്റെ അടുത്തേക്ക് പണിയുന്ന ഒരു സമ്പ്രദായമാണ് അതൊക്കെ. അപ്പോൾ പുറയിലെ സ്ഥലം ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ അവിടെ ചാണകമൊക്കെ മെഴുകി ഇട്ട് അവിടെ പായ വിരിച്ച് അവിടെ കിടക്കാം. നമുക്കൊന്നും കിടക്കാനൊന്നും സ്ഥലമൊന്നുമില്ല, കാരണം ആളുകൾ അത്ര തിക്കും തിരക്കുമാണ്. പിന്നെ അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചൊന്നും അടുക്കളയിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ഈ പോർച്ചുഗീസ് പാരമ്പര്യത്തിൻ്റെ ആൾക്കാർ, ഈ ആംഗ്ലോ ഇന്ത്യൻ ടൈപ്പ് ആളുകളാണ്. അവര് വരുന്നത് നല്ല ഈ ചെമ്മീൻ ചമ്മന്തി അവർ ഈ വാഴയിലയിൽ ചുട്ടിട്ട് വാഴയിലയിൽ അരച്ച് കൊണ്ടു. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവർ അല്പമായിട്ടൊന്നുമല്ല, ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒന്ന് തൊട്ടുകൂട്ടാനല്ലേ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതല്ല, ശരിക്കും വലിയൊരു കറി. നമ്മൾ അവർ പാഴ്സൽ ചോറൊക്കെ ആയിട്ട് വന്ന് അവിടെ നിന്ന് കഴിക്കുകയും ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ ചോറ് വെച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. സ്ത്രീകളെ സത്യത്തിൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെരുന്നാൾ എന്നൊരു ആഘോഷമാണ്, ഒരു ദേശീയമായിട്ടുള്ള ഉത്സവം പരത്തിയാണ് കാഞ്ഞിരത്തെ ദേശീയ ഉത്സവം എന്ന് പറയുന്നത്. അന്ന് ഈ പാലക്കാട് മുതൽ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്ന് വരെ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു. അന്ന് ട്രാൻസ്പോർട്ട് ഒന്നും ഇത്ര അധികം ഇന്നത്തെ പോലെ ഒന്നും യോഗ്യമല്ല. അന്ന് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല. ഈ പ്രൈവറ്റ് ബസ്സുകൾ, ഇന്നത്തെ പോലെ കാറുകൾ. എൻ്റെ ഓർമ്മയിൽ ആകെ കാഞ്ഞൂർ 2 കാറാണ് ഉണ്ടായിരുന്നത്. പിന്നെ സൈക്കിള് ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ കാളവണ്ടി, ഇപ്പോൾ മറ്റേ പൂത്തിൻ്റെ വണ്ടി, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ മറ്റു ആധുനിക സജ്ജീകരണങ്ങളോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്ന് പറയുന്നത് അവർ നേരത്തെ പെരുന്നാൾ കൂടാൻ വരും, അവിടെ ക്യാമ്പ് ചെയ്യും. പെരുന്നാൾ കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ ക്യാമ്പ് ചെയ്തതിന് ശേഷമാണ് അവർ മടങ്ങൽ. അപ്പോൾ പെരുന്നാൾ ഒരു ആഘോഷമായിരുന്നു മൊത്തത്തിൽ. സ്ത്രീകൾ പെരുന്നാൾ വരുമ്പോൾ അവരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണിഭാരം കൂടുക. ഇത് എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ ഇന്നത്തെ പോലെ ഗ്യാസ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ വിറകലിട്ട് ഊതി അടുപ്പും കരിയിലേക്ക് ഇട്ട് കത്തിച്ച് അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടം. അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ പലർക്കും ഇതൊരു എന്താ പറയുക കിട്ടുകഥയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ദാരിദ്ര്യം വേറൊരു വശത്ത്. പക്ഷെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയം വരുമ്പോൾ കൊയ്തെടുത്ത നെല്ല് ധാരാളം ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അരിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇന്നത്തെ പോലെ 100 തരം കറികളോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കാറ്ററിംഗ് സമ്പ്രദായമുള്ള അവിടെ ചെന്നാലും നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് വീട്ടിൽ വരുന്ന സംവിധാനമുണ്ട്. അന്നൊന്നും അതില്ല. നമ്മൾ തന്നെ വെച്ച് എല്ലാവരും കൂടി സഹകരിച്ച് പലഹാരം ഉണ്ടാക്കി വലിയൊരു കാര്യമാണ്. ഈ കുഴലപ്പം, അച്ചപ്പം, അവലോസ് പൊടി, ഉണ്ട, ഇതൊക്കെയാണ് അന്നത്തെ മെയിൻ പലഹാരങ്ങൾ. പിന്നെ പഴങ്ങൾ ധാരാളമുണ്ട്. ഈ പാളയംകുടമ്പഴ അങ്ങനെയൊക്കെയുള്ള പഴങ്ങൾ കിട്ടും, വരും. പിന്നെ അപ്പം ഉണ്ടാക്കും. ഇതൊക്കെയാണ് അന്നത്തെ പെരുന്നാളിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷം അങ്ങനെയാണ്. ഏറ്റവും കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രശസ്തമായ പ്രദക്ഷിണം ആണ് ക്രിസ്ത്യാനോസിൻ്റെ ഇതിലെ പ്രദർശനം. ഏറ്റവും ഗംഭീരമായ പ്രദർശനം, ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും മറ്റേ ഇന്നത്തേക്കാൾ കൂടുതലായിരുന്നു. പിന്നെ ഈ കുരിശിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ 600-500 കുരിശുണ്ടെങ്കിൽ അന്ന് അങ്ങനെയൊന്നുമില്ല. ഒരു 100-150 കുരിശുകളൊക്കെ അത്രേ ഉള്ളൂ. കുടകളൊക്കെ അത്രയും ഒരു 10-200 കുടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000-1500 കുടയൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ ട്രാൻസ്പോർട്ടിങ് സൗകര്യം കൂടുതൽ, പിന്നെ ആർഭാടം കൂടുതൽ. അതനുസരിച്ചുള്ള നമ്മുടെ വീടുകളിലനുസരിച്ച് ആർഭാടമായി. പണ്ടത്തെ വ്യത്യസ്തമായിട്ട് വളരെ അന്നൊക്കെ ആത്മീയമായിട്ടൊക്കെ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെരുന്നാളിനെ സംബന്ധിച്ചും കാഞ്ഞൂരിൻ്റെ പശ്ചാത്തലം. പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ കാഞ്ഞൂരത്തെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1137 മറ്റിലാണ് സ്കൂൾ അത് 18 അങ്ങനെയാണ്. ഇത്ര പഴക്കമുണ്ടാകും സ്കൂളിന്. അപ്പോൾ ഗുരുജലാഘോഷത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു സ്കൂളിൽ. അപ്പോൾ അവിടെ പഠിക്കാൻ പറ്റി തന്നെ മഹാഭാഗ്യമായിട്ട് കണ്ടു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ, കഷ്ടി 1 കിലോമീറ്റർ പോകണം, 3 കിലോമീറ്ററോളം പോകണം സ്കൂളിലേക്ക്. പിന്നെ അന്നൊക്കെ നടന്നാണല്ലോ, വേറെ സൗകര്യങ്ങളും ഇല്ല. ഇന്നിപ്പോൾ എന്ന് പറയുന്ന പിള്ളേരൊക്കെ ആരെങ്കിലും വണ്ടി പോകുമ്പോൾ 2 വീലറോ കാറൊക്കെ പോകുമ്പോൾ കൈ കാണിച്ച് നടക്കണം എന്നുള്ള ചിന്ത പിള്ളേരിലില്ല. അന്ന് ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നടത്തിയാണ്. പിന്നെ ഈ കൃഷിയെ സംബന്ധിച്ച് പറയുമെങ്കിൽ ഇന്നിപ്പോൾ എയർപോർട്ടിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കറ്റമുണ്ടല്ലോ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് 6 പ്രാവശ്യം കറ്റയ്ക്ക് പോയി. അപ്പോൾ അതായത് ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ എത്ര കിലോമീറ്റർ ചവിട്ടിന്നൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യം എൻ്റെ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ നടന്നതിൻ്റെയും പണി ചെയ്തതിൻ്റെയൊക്കെ ആരോഗ്യമായിരിക്കും ഒരു പക്ഷേ ഉള്ളത്.